എത്ര അടി ആയിട്ടുണ്ടാവും ഇത്? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ തരംഗമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡാനിഷ് ഫോർട്ടിൻ്റെ കവാടത്തിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ നമ്മളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡാനിഷ് ഫോർട്ട്, അതേമാതിരി നാഗൂർ, വേളാങ്കണ്ണി അതൊക്കെ കവർ ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, നമ്മൾ ചാനൽ കാണുന്നവർ. അപ്പോൾ അങ്ങനെ സമയം ഏകദേശം 1 മണി കഴിഞ്ഞിട്ടോ, നല്ല വെയിലാണ്. അങ്ങനെ നമ്മൾ തരംഗമ്പാടി ബീച്ചും ഫോട്ടോയൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. സ്പോട്ടിലേക്ക് പോകാം. നമ്മൾ നേരെ നാഗൂർ ദർഗയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേളാങ്കണ്ണിയാണ് എന്നൊരു സ്റ്റേ. അപ്പോൾ ഇതാണ് തരംഗമ്പാടി ടൗണ്. ഇതാണ് സംഭവം. ഇവിടെയാണ് നമ്മൾ ബസ് ഇറങ്ങുക. ഇവിടുന്ന് ഓട്ടോയ്ക്കും പോകാൻ, നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. പിന്നെ ഇവിടെ ഹോട്ടലൊക്കെ ഭയങ്കര കഷ്ടട്ടോ. ഇവിടെ നല്ലൊരു ഹോട്ടൽ എന്ന് പറയാൻ തന്നെ ഇല്ല. ഫുള്ള് ഈ വട, തരിവട, മറ്റേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളൂ. പൊറോട്ട, നല്ല ചോറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറേ ദൂരത്തേക്ക് പോകണം. ആ ഒരു പോരായ്മ. ഉച്ചക്കത്തെ ഫുഡാണ് കേട്ടോ. വെജിറ്റബിൾ ബിരിയാണി, തൈര് സാദം, മുളക്, ഇവിടെ ഇതൊക്കെ കിട്ടുള്ളൂ അല്ലേ? ഒരു കുഴപ്പമില്ലല്ലോ. ചേരൻ നിന്ന് നാട്ടിലെന്നാൽ ചേരനെ നടക്കണ തിരണം. നാഗൂർ ഭാഗത്ത് വേളാങ്കണ്ണി, നാഗൂർ ദർഗയൊക്കെ നടക്കുന്ന അങ്ങോട്ടുള്ള ബസ്സിൻ്റെ ഒരു തിരക്കാട്ടോ. ഇവിടെ കല്യാണം കഴിഞ്ഞ എല്ലാവരും നേരെ വരുന്ന ടൈം ആവുകൊണ്ടേ ഫുള്ള് 2 ബസ് ഇപ്പോൾ പോയി, രണ്ടും അങ്ങനെ തന്നെ. ഞങ്ങളുടെ ബസ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം, പക്ഷെ ഫുള്ള് തിരക്കാവുകൊണ്ട് ഞങ്ങളിത് തിരക്കാൻ പോയില്ല. അങ്ങനെ നാഗൂർ ബസ് ഇറങ്ങി ദർഗ ആ സ്പോട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്ടോ. മസ്ജിദ് അല്ല അത്. അപ്പോൾ ഒരു പള്ളി, അവിടുത്തെ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഞായറാഴ്ച കൊണ്ട് ഇവിടെ ആരും ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നാഗൂർ ദർഗയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും കയറാമെന്ന് പറഞ്ഞു. ജാതി മത ഒന്നും വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാവർക്കും കയറി കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. കുറേ ഒരു ചരിത്രപ്രധാനമായിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ആരുണ്ടൊക്കെ ചോദിച്ചു തരണിട്ട് നമുക്ക് നോക്കി നോക്കാം. ഏതല്ലേ ചേഞ്ചില്ല. എന്തൊക്കെ സംഭവം? ചന്ദനത്തിരി, പഞ്ചസാര, പിന്നെ എന്തൊക്കെ സംഭവങ്ങളാണ് ഇത്? നമ്മളെ ആണ്ടവർക്ക് അവിടെ ഇത് കൊടുക്കണം, സമർപ്പിക്കണം. എത്രയാണ്? 5 രൂപ. 5 രൂപ. 5 കൊടുക്കണം. 3 മുസ്ലിങ്ങൾക്ക് പഴയ നക്ഷത്രം ഉണ്ടാവും. ഇവിടെ എല്ലാ ആൾക്കാരും വരും, എല്ലാവർക്കും വേണ്ടി ചെയ്യാം. ഇൻഷാ അല്ലാഹ് എന്താ കാര്യങ്ങളെന്നാൽ പ്രാർത്ഥിച്ചുங்க, എല്ലാം സിறப்பாக നടക്കും. അടുത്ത വാട്ടിയും കൂടെ കാര്യങ്ങളെല്ലാം സക്സസ് ആയി വന്നിട്ട് ഇന്നത്തെ പള്ളി. ഉങ്ങളുടെ പേര് സബീറ? ഏതാണ്? മോതിരക്കല്ലേ? തുറന്നില്ലേ? ഇതൊക്കെ വിളക്കൊക്കെ കത്തൂല ആ നേരത്ത്?
₹1500 വെച്ച് സിൽവറിന് ഒന്ന് മതി പറഞ്ഞാൽ അവർ 500 എടുത്തു. പൈസ എടുത്തേ 1500 എടുത്തേ. இதான் சாப்பாடு ஆக்கிற இடம். அது குழப்பமில்ல அதேமாதிரி இது பாவத்துக்கு இப்போ எங்களை கொடுக்கறதில்ல, இது நாட்டுக்கு. இதே பஞ்சாரம் உழுவாரம், இது வீட்டில் பிஸ்னஸ் பண்ணுற இடத்துல கொஞ்சம் கூட பாரத் சாம்பிராணி வாங்கி போட்டு வீடு ஃபுல்லாக അപ്പോൾ ബാങ്ക് കൊടുക്കണം, അപ്പോൾ ഒന്നും പറയാൻ പാടില്ല. നമ്മൾ കൊടുക്കൂല, നമുക്കറിയാം. ഇതൊക്കെ ഇവിടുത്തെ ഒരു ആചാരങ്ങളാണ് കേട്ടോ. പ്രാവ് അല്ലേ, പ്രാവിനെ പറത്തുക. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നാഗൂർ ദർഗേൻ്റെ മുന്നിലാണ്. ഇവിടെ കുറേ പേര് ഇവിടെ വിശ്വാസം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എത്തുന്നൊരു സ്ഥലം കൂടെ ഉണ്ട്. ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടെ. ഇവിടെ എല്ലാവർക്കും വരാം, ജാതി മതഭേദമന്യേ എല്ലാവർക്കും വരാം. അതിനൊന്നും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇതൊരു വിശ്വാസം, ഒരു ആരാധനാലയം, അതിലുപരി ചെറിയൊരു എന്താ പറയുക ബിസിനസ് പരമായും കൂടിയും ഇവർ നീങ്ങുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളവിടെ ചെന്നപ്പോൾ നമ്മുടെ അടുത്ത് ഇതേമാതിരി ഭസ്മം കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുത്തവർ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ₹1500 അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു തന്നിട്ട് ₹1500 നമ്മുടെ അടുത്ത് മേടിച്ച്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ പാവപ്പെട്ടവർക്കാണ് ഭക്ഷണം കൊടുക്കാനാണ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. പക്ഷേ ഞങ്ങളിവിടെ അന്വേഷിച്ചപ്പോൾ ഒരു മലയാളി സുഹൃത്തുണ്ടായിരുന്നു അങ്ങാടിപ്പുറത്തില്ല. അപ്പോൾ മൂപ്പരെന്താ പറഞ്ഞ വെച്ചാൽ ഇവിടെ ആർക്കും പൈസ ആയിട്ടൊന്നും കൊടുക്കരുത്, എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എന്താ പറയുക ഇവിടെ ഭക്ഷണം വെച്ച് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ട്. അരി മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പൈസ ആരും കൊടുത്ത് പെടാതിരിക്കാൻ നോക്കുക. ഉള്ളവർക്ക് കൊടുക്കുക, പക്ഷേ അങ്ങനെയല്ല. ഇത് പാവപ്പെട്ട കുറേ ആൾക്കാരുണ്ട്, അവരിലേക്ക് എത്തുമെന്നുള്ളത് സംശയമാണ്. അപ്പോൾ ഇതിവിടെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മളെ അതിൻ്റെ ഉള്ളൊക്കെ കാണിച്ചിട്ടേ നമുക്ക് തന്നിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. ഒരു തകിട്, കുറച്ച് എഴുത്തും കാര്യങ്ങളും, പിന്നെ ഒരു നെയ്യ്, ഒരു ചരട്. ഈ ഒരു സെറ്റിനാണ് 1500 വരുന്നത്. അങ്ങനെ 3 സെറ്റാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. പക്ഷേ പിന്നെ ഇനി ഭക്ഷണം കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പാവപ്പെട്ടവർക്കല്ലേ അങ്ങനെ ഒരു 1500 അവിടെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് സങ്കടം ഒന്നും ഇല്ല കേട്ടോ, കാരണം കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ അല്ലേ. പക്ഷേ ഇവിടെ അറിഞ്ഞിടത്തോളം അത് അവർക്ക് എത്തണില്ല എന്നുള്ളതാണ്. അപ്പം അതിന് ചെറിയ സങ്കടമുള്ളൂ. ദർഗാൻ്റെ മെയിൻ കവാടം. അപ്പോൾ അവിടെ അതിനുള്ളിൽ ഒരുപാട് പള്ളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വേറെ കുറേ പ്രാർത്ഥിക്കാനുള്ള ഏരിയകളുണ്ട്, ഒരു കുളമുണ്ട്. അവിടെ കുളിച്ച് കഴിഞ്ഞാൽ രോഗങ്ങളൊക്കെ മാറുന്നൊക്കെയുള്ളൊരു വിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ ഇത് നമ്മൾ ഏകദേശം കവർ ചെയ്തു. ഇനി നമ്മൾ നേരെ വേളാങ്കണ്ണിയാണ് പോകുന്നത്. സമയം ഏകദേശം 4 മണിയായി. ഇനി നമുക്ക് ടൈമില്ല, നേരെ അവിടെ പോവാം. നാഗൂരിൽ നിന്ന് വേളാങ്കണ്ണിക്കുള്ള ബസ്സാണിട്ടത്. സ്ലീപ്പറാണ് ഞങ്ങൾക്ക് പോയപ്പോൾ കിട്ടിയുള്ളത്. സംഭവത്തിൽ ആകെ ടിക്കറ്റ് നിരക്ക് വരുന്നത് ₹20 ചാർജിലാണ് ഞങ്ങൾ നാഗൂരിൽ നിന്ന് വേളാങ്കണ്ണി എത്തി.
വേളാങ്കണ്ണി ജീസസിൻ്റെ സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കാഴ്ചകൾ, ഇവിടുത്തെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഏതായാലും സമയം ഏകദേശം ഒരു 6 മണിയൊക്കെ ആയിട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചം പോകണമെങ്കിൽ തന്നെ ജസ്റ്റ് 2 ഫോട്ടോ ഒക്കെ എടുക്കുക വെച്ചിട്ട് നേരം ഇങ്ങോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഞാൻ റൂം എടുക്കുക, ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാം, രാത്രി ജസ്റ്റ് ഒന്ന് ഇറങ്ങാം. അപ്പോൾ ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ നോക്കി ബാക്ക്ഗ്രൗണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് വേളാങ്കണ്ണി ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ ഒരു കുർബാനയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തമിഴ് ഭാഷയിലാണ് അല്ലേ. ഇവിടെ പല ടൈമിലും പല ഭാഷകളിലും നമ്മുടെ മലയാളത്തിലും ഇതേമാതിരി കുർബാന ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞേക്കുന്നുണ്ട്. കേട്ടിട്ടില്ല. പിന്നെ ഇവിടുന്ന് എടുത്തു പറയേണ്ട പ്രത്യേക ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ വൃത്തിയാണ് കേട്ടോ. തമിഴ്നാട്ടിൽ ഇത്രയും അടിപൊളി നീറ്റായിട്ട് ഈ വൃത്തിയും കാര്യങ്ങളൊക്കെ, ഒരു മുട്ടായി കടലാസ് പോലും ഇല്ല. ഇത്രങ്ങാനും ആൾക്കാർ ഇവിടെ വന്ന് പോണതാ. പക്ഷെ നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് ഇവർ കൊണ്ടുപോകണ്ട. അതൊന്നും എടുത്ത് പറയേണ്ട കാര്യം തന്നെ. ആരും ഇവിടെ വന്നാണ്ടത് വൃത്തി നശിപ്പിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ പറയാൻ. റൂം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ അതിനായിട്ടുള്ളൊരു സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ 3 പേർക്ക് ഏകദേശം 450 രൂപയാണ് റൂമിന് വന്നിട്ടുള്ളത്. റൂം കുറച്ച് അപ്പുറത്താണ്. അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോയി നോക്കാം എന്തൊക്കെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ അവിടെ അടച്ച റെസിപ്റ്റും കാര്യങ്ങളും വരുന്നത്. ടോട്ടലി നമ്മൾ 900 റുപ്യ അടക്കണം. 450 അഡ്വാൻസാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ തിരിച്ച് ഇറങ്ങുമ്പോൾ കിട്ടും. വാടക അഡ്വാൻസും കൂടി ഒരുമിച്ചായിട്ട് അടക്കണം നമ്മൾ. അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോയേക്കാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ മറ്റേ വേറെ റൂമൊന്നും അന്വേഷിക്കാതെ ഫസ്റ്റ് ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ കുറഞ്ഞ റേറ്റിന് നമുക്ക് കിട്ടും. ഇതിലിടയ്ക്ക് 200 രൂപേൻ്റെ ഒക്കെ റൂം ഉണ്ട്, അത് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ പറയുക, സിംഗിളായിട്ടൊക്കെ വരുന്നവർക്ക് 200 രൂപേൻ്റെ റൂം തന്നെ ധാരാളം. അപ്പോൾ അങ്ങനെ എന്താണ് നമ്മൾ 450 റുപ്യൻ്റെ റൂം, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു ബാത്റൂം, നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടേബിള്, എല്ലാ കാര്യങ്ങളും സെറ്റാണ്. ജസ്റ്റ് നമ്മൾ കുറഞ്ഞ ലോ ബഡ്ജറ്റ് യാത്ര കൊണ്ട് ഇതേപോലത്തെ മറ്റേ ദേവസ്വം ബോർഡിൻ്റെ അങ്ങനത്തെ ഒക്കെ റൂമുകളുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററതാണ്. ഈ ഏജൻറ്റുമാർ ഹോട്ടൽ ഡ്രൈവർമാരൊക്കെ റൂം പറഞ്ഞ് വന്നാണ്ട് നമ്മളെ നല്ല പറ്റിക്കും. ഇപ്പം തന്നെ ജസ്റ്റ് ഞങ്ങൾ പുറത്ത് അന്വേഷിച്ചപ്പോൾ 3 പേർക്കുള്ള റൂമിന് 1200 പറഞ്ഞത്, 400 റുപ്യ പെർ ഹെഡൊക്കെ പറഞ്ഞത്. അപ്പോൾ നല്ല ശരിക്കും ലാഭമാണ്. നേരിട്ട് ഇപ്പോൾ നമ്മളവിടെ കണ്ട ജസ്റ്റ് അന്വേഷിക്കുകയാണെങ്കിൽ ഇതേപോലെ കുറഞ്ഞ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യാത്രകൾ നമുക്ക് ചെയ്യാം. വേളാങ്കണ്ണിലെ നൈറ്റ് ലൈഫാണ് ഈ കാണുന്നത്. ഫുള്ള് തെരുവ് കച്ചവടങ്ങളും കാര്യങ്ങൾ കാര്യമായിട്ട് പോലെയാണ് കംപ്ലീറ്റ്. റോഡ് സൈഡ് വെച്ചിട്ട് ഇഡ്ഡലിയും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റപ്പ്, നൂൽപുട്ട് കാര്യങ്ങള്, ചക്കച്ചൊള. അപ്പം അങ്ങനെ നമ്മൾ ഇന്ന് രാത്രിത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആ ബീച്ചിൻ്റെ സൈഡിൽ, വേളാങ്കണ്ണി ഭാഗത്ത് ബീച്ചിൻ്റെ സൈഡിലുള്ളൊരു തട്ടുകട ഉണ്ട്. നല്ല 5 സ്റ്റാർ ഹോട്ടലൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ തട്ടുകടയിൽ നിന്നുള്ള ഫുഡ് കഴിക്കുക എന്നുള്ള ഇതിങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ദോശയും വീട്ടിലേക്കാണ് ഇന്ന് രാത്രിത്തെ ഫുഡ് കേട്ടോ. ഹലോ, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് ആ ബീച്ചിലേക്ക് ഇങ്ങനെ പോകാൻ കേട്ടോ. ബീച്ചിൻ്റെ 2 സൈഡും ഫുള്ള് തെരുവ് കച്ചവടങ്ങളും ഫുള്ള് ഐറ്റംസ് സംഭവങ്ങളാണ് കേട്ടോ. ഇവിടെയൊക്കെ കണ്ടോ, ബ്ലഡ് പോയിൻ്റൊക്കെ. അങ്ങനെ നമ്മൾ ബീച്ചിലുണ്ടപ്പം നൈറ്റ് ആവുകൊണ്ട് കൂടുതൽ കാഴ്ചയൊന്നും കാണാനില്ല. പിന്നെ നാളെ നമുക്ക് നേരെ ഇവിടെ ഒക്കെ പോകാനുണ്ട്. തഞ്ചാവൂർ, ബിഗ് ടെമ്പിൾ, മലൈക്കോട്ട, കുറേ സ്ഥലം കവർ ചെയ്യാനുണ്ട്. അപ്പോൾ രാവിലെയും വരാൻ പറ്റില്ല. അപ്പോൾ രാത്രിയിലത്തെ ചെറിയൊരു വ്യൂ ആണ് വേളാങ്കണ്ണി ബീച്ച്. അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഇരുട്ടായി, കൂടുതൽ കാഴ്ചകളൊന്നും കാണാനില്ല. നമ്മൾ നേരെ റൂമിൽ പോയി കിടക്കുകയാണ്. അപ്പോൾ നാളെ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് വരും. നമ്മളെ തഞ്ചാവൂര് കുറച്ച് അമ്പലങ്ങളൊക്കെ കവർ ചെയ്യാണ്ട് ചരിത്ര പ്രധാനമായ കുറേ സംഭവങ്ങൾ, അപ്പോൾ അതൊക്കെ കാണാം. അപ്പോൾ എന്തായാലും നമ്മളെ പാർട്ട് 2 കാണണം, നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഓക്കെ.